നമസ്കാരം. നമ്മൾ അദ്വൈതാശ്രമത്തിലാണ്. ശ്രീനാരായണ ഗുരുദേവനാൽ സംസ്ഥാപിതമായ ആശ്രമമാണിത്. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന വിഷയം ബലി തർപ്പണാദികളെ കുറിച്ചാണ്. ശ്രീനാരായണ ഗുരുദേവൻ അവിടുത്തെ സ്വേച്ഛയാ ചെയ്ത 3 കർമ്മങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അരുവിപ്പുറം ശിവക്ഷേത്രവും, 2 ശിവഗിരി ശാരദാമഠവും, 3 ആലുവ അദ്വൈതാശ്രമവുമാണ്. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്ന ആ കാലഘട്ടത്തിൽ തന്നെ പഞ്ചമഹായജ്ഞങ്ങളിൽ പ്രധാനമായ പിതൃയജ്ഞത്തിന് ശ്രീനാരായണ ഗുരുദേവൻ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, മാനുഷ്യയജ്ഞം, ഭൂതയജ്ഞം, അങ്ങനെ 5 യജ്ഞങ്ങളാണ് മനുഷ്യൻ ഗൃഹസ്ഥാശ്രമിയായി മാറുന്നതിലേക്ക് അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ അന്ന് അരുവിപ്പുറത്തും ശിവഗിരി മഠത്തിലും ഈ അദ്വൈതാശ്രമം ഇവിടെ പ്രതിമയും പ്രതീകവും ഒന്നുമില്ലാതെ ആശ്രമം സ്ഥാപിച്ചതിന് ശേഷവും ഇവിടെയും ഗുരു ബലിതർപ്പണത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. തൊട്ടപ്പുറത്ത് അക്കരയിൽ കാണുന്നത് ആലുവ ശിവക്ഷേത്രമാണ്. അവിടെയും ധാരാളം ആൾക്കാർ ബലിതർപ്പണാദികൾക്കായിട്ട് ദൈനംദിനം എത്താറുണ്ട്. കർക്കിടക മാസത്തിലും, ശിവരാത്രി കുംഭമാസത്തിലെ വാവിലും, തുലാമാസത്തിലെ വാവിൻ്റെ അന്ന് വളരെയധികം തിരക്ക് അവിടെയും ഇവിടെയും അനുഭവപ്പെടാറുണ്ട്. സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ ഇവിടെ വന്ന് ബലിതർപ്പണാദികൾ, പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ളവർ, രാഷ്ട്രീയ രംഗത്തുള്ളവർ, പോലീസ് ഓഫീസേഴ്സ്, മറ്റ് സാംസ്കാരിക രംഗത്തുള്ളവരൊക്കെ ഇവിടെ വന്ന് ബലിതർപ്പണം ചെയ്ത് വളരെ തൃപ്തി അടഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഗുരുദേവൻ സംശോധന ചെയ്ത് ഗരുഡപുരാണത്തിൽ നിന്നെടുത്ത ആ മന്ത്രങ്ങളെയൊക്കെ തന്നെയാണ്. എല്ലായിടത്തും അത് തന്നെ ആയിരിക്കാം, പക്ഷെ കുറേ ഇവിടെ അർത്ഥസ്ഫുടതയോടുകൂടി ഇവിടെ അത് ചെയ്തു കൊടുക്കാറുണ്ട്. ദൈനംദിനം ഇവിടെ ആൾക്കാർ ബലിതർപ്പണത്തിന് വരുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ഇവിടെ ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ വാച്യാർത്ഥം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടിയുള്ള കർമ്മങ്ങളാണ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ ശ്രദ്ധയോടുകൂടി പരിചരിക്കുകയും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി അവരെ സംരക്ഷിക്കുകയും അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരർത്ഥം എന്ന് പറയുന്നത്. മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ശ്രാദ്ധം ചെയ്യാറുണ്ട്. ശ്രാദ്ധം എന്ന് പറയുമ്പോൾ ഒരാളുടെ പേരുന്നാൾ, എൻ്റെ അച്ഛൻ മരിച്ചെങ്കിൽ ആ അച്ഛൻ്റെ മരിച്ച നക്ഷത്രവും അച്ഛൻ്റെ പേരും ചേർത്ത് വ്യക്തിപരമായിട്ട് ചെയ്യുന്ന അതിനാണ് നമ്മൾ ശ്രാദ്ധം എന്ന് പറയുന്നത്. തർപ്പണം നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് ഈ വാവ് ദിവസങ്ങളിലാണ്. അത് നമ്മുടെ അഖില പിതൃക്കൾക്കും വേണ്ടിയാണ്. പ്രധാനമായിട്ട് അതിൽ 5 മന്ത്രങ്ങളാണ് പറയാറുള്ളത്. ആ 5 മന്ത്രങ്ങളുടെ അർത്ഥതലങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ പൂർവാചാര്യന്മാർ ഇത്ര ഗംഭീരമാർന്ന രീതിയിലാണ് നമുക്കിതൊക്കെ വ്യവസ്ഥ ചെയ്തു തന്നത്. 1ാമത്തെ മന്ത്രത്തിൽ പറയുന്നത്, എവിടെയാണോ എൻ്റെ ജന്മം തുടങ്ങുന്നത്, എൻ്റെ അച്ഛൻ്റെ അതായത് ബ്രഹ്മാവാണ് സൃഷ്ടി നടത്തുന്നത്. ബ്രഹ്മാവിൻ്റെ കാലം മുതൽക്ക് ഇന്നോളം എൻ്റെ അഖില പിതൃക്കൾക്ക്, അച്ഛൻ വഴിയും അമ്മ വഴിയുമുള്ള അഖില പിതൃക്കൾക്കും, അതോടൊപ്പം എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിന് എനിക്ക് സഹായകമായിട്ടുള്ള പൂർവ്വജന്മങ്ങളിലാണെങ്കിലും എൻ്റെ ഭൃത്യന്മാർ, ദാസന്മാർ, അതുപോലെ എനിക്ക് ക്ഷീരാദികൾ തന്ന പശുവാദികൾ, എനിക്ക് ഫലമൂലാദികൾ തന്ന വൃക്ഷാദികൾ, ധാന്യങ്ങൾ, അങ്ങനെയുള്ള നെൽച്ചെടികൾക്ക് പോലും ഒരു ഉദ്ധാരണം ഉണ്ടാവണമേ എന്നൊരു സങ്കല്പത്തിലാണ് നമ്മൾ 5 പിണ്ഡങ്ങളിൽ ആദ്യത്തെ പിണ്ഡം വയ്ക്കുന്നത്. 2ാമത്തത് പിണ്ഡം വയ്ക്കുന്നത് അച്ഛൻ വഴിയും അമ്മ വഴിയും, അമ്മായിച്ചൻ അമ്മായിമ്മ, നമുക്ക് വിദ്യ പകർന്നു തന്ന ഗുരുക്കന്മാർ, നമ്മുടെ പൂർവികരായിട്ടുള്ളവരിൽ എവിടെയെങ്കിലുമൊക്കെ ഗർഭാവസ്ഥയിൽ വെച്ച് ഗർഭമലസിപ്പോയിട്ട് ഉള്ളവർ, കുറ്റിയേറ്റ കുടുംബങ്ങളുള്ളവർ, അവർക്കൊക്കെ ഒരു ഉദ്ധാരണം ഉണ്ടാവണമേ എന്നൊരു സങ്കല്പത്തിലാണ് നമ്മൾ 2ാമത്തെ പിണ്ഡം വയ്ക്കുന്നത്. 3ാമത്തെ പിണ്ഡം നമുക്ക് ഗരുഡപുരാണം 28 നരകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ അസിപത്രം, കുംഭീഭാഗം, രൗരവം തുടങ്ങിയ അതിഘോരമായ നരകങ്ങളാണ്. നമ്മുടെ പൂർവികർ ആരെങ്കിലും ഈ നരകങ്ങളിൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അവർക്കൊരു ഉദ്ധാരണം ഉണ്ടാവണമേ എന്നൊരു സങ്കല്പത്തിലാണ് നമ്മൾ 3ാമത്തെ പിണ്ഡം വയ്ക്കുന്നത്. 4ാമത്തെ പിണ്ഡം നമ്മുടെ പൂർവികരിലെ മക്കളില്ലാതെ കുടുംബമറ്റ് പോയിട്ടുള്ള മക്കൾ പിണ്ഡം വയ്ക്കാൻ, പുത്ത് നാമ നരകത്രായതേതി പുത്രഹ എന്നാണ് പറയുന്നത്. പുത്ത് എന്ന നരകത്തിൽ നിന്ന് അവർ നമ്മുടെ പിതൃക്കളെ ത്രാണനം ചെയ്യിപ്പിക്കുന്നവരാണ് പുത്രന്മാർ. അപ്പം അങ്ങനെ പുത്രന്മാരില്ലാതെ കടന്നു പോയവർക്കും നമ്മൾ ഈ വയ്ക്കുന്ന പിണ്ഡം കൊണ്ട് അവർക്കൊരു ഉദ്ധാരണം ഉണ്ടാവണമേ എന്നൊരു സങ്കല്പത്തിലാണ് നമ്മൾ 4ാമത്തെ പിണ്ഡം. അതൊന്നും കൂടെ ആവർത്തിച്ച് ഏ ബാന്ധവാഹ അന്യജന്മനി ബാന്ധവാഹ, കഴിഞ്ഞ ജന്മത്തോ എനിക്ക് അറിയപ്പെടാതെയുള്ള ഏതെങ്കിലും പിതൃക്കൾ എൻ്റെ വംശത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉദ്ധാരണം ഉണ്ടാവണമേ എന്നൊരു സങ്കല്പത്തിലാണ് നമ്മൾ ഈ 5 പിണ്ഡങ്ങൾ വെച്ച്. ഇപ്പം എന്തിനാണ് നമ്മൾ പിണ്ഡം തന്നെ ഇവിടെ ചോറ് വയ്ക്കുന്നത്? ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണമാണ് 41ാമത്തെ ദിവസം നമ്മുടെ അണ്ഡവും രേതസ്സുമൊക്കെ ആയിട്ട് മാറുന്നത്. നമ്മൾ മലയാളികളുടെ പ്രധാന ആഹാരം ധാന്യമായതുകൊണ്ട്, അരി ആയതുകൊണ്ട്, ആ അരിയാണ്, എൻ്റെ അച്ഛൻ കഴിച്ച അരിയാണ്, എൻ്റെ അമ്മ കഴിച്ച അരിയാഹാരമാണ് അവരുടെ അണ്ഡവും രേതസ്സുമായി വന്ന്
സംയോജിക്കപ്പെട്ട് ഞാൻ എന്ന നിലയിൽ ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു. അവരുടെ ആ ഒരു പിണ്ഡാണ്ടമാണ് ഞാനിങ്ങനെ ചൈതന്യമായിട്ട് ഇപ്പം ഈ തൂക്കത്തിലും വലിപ്പത്തിലുമൊക്കെ ഞാൻ ഇരിക്കാൻ കാരണം. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു സ്മരണ എന്ന നിലയിലാണ് നമ്മൾ പിണ്ഡം, പ്രത്യേകിച്ച് അരി, അതിന് ഷഡ്രസം എന്ന് പറയും. അത് വേവിച്ചും വേവിക്കാതെയും ചെയ്യും. ഷഡ്രസമാണ് പിതൃക്കൾക്കുള്ള ആഹാരമായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്. അതിന് ഉണക്കലരി, എള്ള്, കദളിപ്പഴം, നെയ്യ്, തേന്, ശർക്കര ഇത് മിക്സ് ചെയ്തെടുത്ത് അത് വേവിച്ചും എടുക്കാം, വേവിക്കാതെ എടുക്കാം. അതാണ് നമ്മൾ പിണ്ഡമായിട്ട് സങ്കല്പിക്കുന്നത്. പിന്നെ തിലോദകം എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമാണ്. പാലും വെള്ളവും എള്ളും കൂടെ ചേർത്ത് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് തിലോദകം. അപ്പം നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ഒരു 5 പ്രാവശ്യം തിലോദകം നൽകും. അതിൽ 5ാമത്തെ പ്രാവശ്യം ഈ ദർഭയെ നമ്മൾ ആ പിതൃക്കളുടെ ആസനമായിട്ട് കാണുന്നു. അപ്പം കുശോസി കുശപൃഷ്ടോസി ബ്രഹ്മണാ നിർമ്മിതം പുരാ പിണ്ഡസ്ഥാനേ ദർഭാസനം നമ എന്ന് പറഞ്ഞ് കുശത്തെ, ഈ ദർഭയെ നമ്മൾ കൂർച്ചം അതിൽ അർപ്പിച്ച് അതിലേക്ക് നമ്മൾ തിലോദകം നൽകുകയാണ്. എന്നിട്ട് നമ്മൾ പറയുന്നു അസ്മിൻ കുലേ മൃതായേച്ച ഗതിരേഷാം ന വിദ്യതേ ആവാഹയിഷ്യേതാൻ സർവാൻ കുശപൃഷ്ടേ തിലോകം. എൻ്റെ പിതൃക്കളെ എല്ലാവരെയും, ഈ എൻ്റെ അച്ഛൻ വഴി അമ്മ വഴിയുള്ള പിതൃക്കളെ എല്ലാം ഞാൻ ഈ കുശത്തിലേക്ക് അവർക്ക് ആസനമായിട്ട് സങ്കല്പിച്ചതിലേക്ക് ആവാഹിക്കുന്നു, വന്നിവിടെ ഇരുന്നാലും എന്നൊരു സങ്കല്പമാണ്. അവസാനത്തിൽ നമ്മൾ ഈ തിലോദകം നൽകുന്നത് ആ ബ്രഹ്മസ്തംഭ പര്യന്തം ദേവഋഷി പിതൃമാനവ എന്ന് തുടങ്ങുന്ന മഹത്തായ ഒരു മന്ത്രമുണ്ട്. ബ്രഹ്മലോകത്തും ദേവന്മാര്, പിതൃക്കള്, യക്ഷന്മാര്, കിന്നരന്മാര്, അങ്ങനെ 7 ലോകത്തിലും ഉള്ള എല്ലാവർക്കും ഒരു ഗതി, ഐശ്വര്യം അവരെയൊക്കെ തൃപ്തിപ്പെടുത്തുമാറാണ് നമ്മൾ 6ാമത്തെ പിണ്ഡം നൽകുന്നത്, തിലോദകം നൽകുന്നത്. പിന്നീട് നമ്മൾ ഷോഡശ പൂജ എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. മനസ്സുകൊണ്ട് ഈ ദർഭ ആസനത്തിലേക്ക് പിതൃക്കളെ ആവാഹിച്ച് 16 വിധ ഷോഡശ പൂജ എന്ന് പറയും. ഷോഡശ പൂജ, ആ 16 വിധ പൂജ നമ്മൾ അവരുടെ പാദം സങ്കല്പിച്ച് അർപ്പിച്ച് കർപ്പൂരാരതി ധൂപദീപങ്ങളൊക്കെ നൽകി അവരെ സന്തോഷിപ്പിച്ച് അവസാനം നമ്മൾ പറയുന്നു തിലോദകം ച പിണ്ഡം ച പിതൃണാം പരിതുഷ്ടയെ സമർപ്പയാമി ഭക്ത്യാഹം പ്രാർത്ഥയാമി പ്രസീദമേ. എന്നിൽ പ്രസാദിച്ചാലും തിലോദകവും പിണ്ഡവും എള്ളും ഒക്കെ ചേർത്ത് ചെയ്ത ഈ കർമ്മം ഞാൻ ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നു. ഇത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് എന്നെ അനുഗ്രഹിച്ചാലും നിങ്ങളെ അനുഗ്രഹിച്ചാലും എന്നൊരു സങ്കല്പത്തിൽ നമ്മളിത് സമർപ്പിച്ച് അഷ്ടാക്ഷരി മന്ത്രം ചൊല്ലി പുഴയിൽ സമർപ്പിക്കുകയാണ് സാധാരണ ഇവിടെ ചെയ്യുന്നത്. പ്രധാനമായിട്ട് നമ്മൾ കർക്കിടക വാവ്, തുലാമാസത്തിലെ വാവ്, കുംഭമാസത്തിലെ വാവ് 10,000-കണക്കിന് ആൾക്കാരാണ് ഇവിടെ വരുന്നവരെല്ലാം തൃപ്തിയോടുകൂടി തന്നെയാണ് ഇവിടുന്ന് മടങ്ങി പോകുന്നത്. കാരണം ഇവിടെ കാലാകാലങ്ങളിൽ വരുന്ന കാര്യദർശികളായിട്ടുള്ള സന്യാസിമാർ പ്രത്യേകിച്ച് വൈദികരെ വിളിച്ച് അവരുടെ ആരെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ അതിനെയൊക്കെ ദൂരീകരിച്ചുകൊണ്ട്, ഏറ്റവും വലിയ പ്രത്യേകത ഗുരുവിൻ്റെ നിഷ്കർഷയാണ്, നല്ല സ്ഫുടമായിട്ടും അർത്ഥഗരിമയോടുകൂടി തന്നെയാണ് നമ്മളിവിടെ കർമ്മങ്ങൾ ചെയ്യുന്നത്. കൃത്യമായ ഒരു 24 മിനിറ്റ് എടുക്കും നമ്മളൊരു തർപ്പണ കർമ്മം പൂർണ്ണമായിട്ട് വരുന്നതിൽ. അപ്പം അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ മേഖലകളിലുള്ളവർ ഇവിടെ വന്നത് സന്തോഷത്തോടെ തൃപ്തി അടഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ ആശ്രമത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. രാവിലെ ഹോമമുണ്ട്. ഗുരുദേവൻ ഉപദേശിച്ച് തന്ന ഹോമമന്ത്രത്തിൽ എന്നും ശാന്തി ഹോമം ഇവിടെ നടക്കാറുണ്ട്. അദ്വൈതാശ്രമത്തിൽ ഏറ്റവും വലിയ പ്രത്യേകതയ്ക്ക് തർപ്പണത്തിനും ഹോമാദി കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം